ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ജെ വ്ളോഗ്സ്. ഇന്നും വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ ഇവന്റിലേക്കാണ്. ഐക്കൺസ് ഓഫ് പോർഷ 2024. പോർഷ ഇവിടെ 4 വർഷമായിട്ട് ദുബായിൽ നടത്തി വന്നിരുന്ന വലിയൊരു ഇവൻ്റാണിത്. ഏതൊരു വണ്ടിപ്രേമിയും ഏതൊരു പോർഷ കാഴ്ചനെ ഇഷ്ടപ്പെടുന്ന ഒരാളും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ഇവൻറ്റ്. ഇവിടെ പോർഷ കാഴ്ചൻ്റെ വലിയൊരു ലൈനപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ലെജൻഡറി കാഴ്ച ആയാലും പഴയതും പുതിയതും ആയിട്ടും പ്രൈസ് വിന്നിങ് കാഴ്ച ആയാലും അങ്ങനെ വലിയൊരു ലൈനപ്പ്. എന്തായാലും അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ പകർത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി കണ്ടു നോക്കാം. കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്നത് ടർബോയാഡാണ്. അവിടെ പോർഷ് 911 ടർബോ എഡിഷൻ വലിയൊരു ലൈനപ്പ് കൊടുത്തിട്ടുണ്ട്. അത് പുതിയതിൽ നിന്ന് പഴയതിലേക്ക് പോണ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പോർഷയും ടാക്കോയറും തമ്മിൽ ചേർന്നിട്ടുണ്ടാക്കിയ പെൻസ്കെ എന്ന മോഡൽ അവിടെ കൊടുത്തിട്ടുണ്ട്. പെൻസ്കെ റേസിംഗ് എഡിഷനാണിത്. ഇവരുടെ ഒരു കാറും പിന്നെ അതിൻ്റെ ഉള്ളിൽ അവരുടെ പല വാച്ചിൻ്റെ മോഡലും പല കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഒരു 9050 മോഡൽ കിടക്കുന്നുണ്ട്. ഫ്ലെച്ചർ ഏവിയേഷൻ എന്ന് പറഞ്ഞിട്ട്. ഇത് പോർഷയും ഫ്ലെച്ചർ ഏവിയേഷൻ കമ്പനിയും കൂടി ഒരുമിച്ച് ഡെവലപ്പ് ചെയ്തൊരു വണ്ടിയാണ്. അവിടെ നിന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പോർഷ 911 വലിയൊരു ലൈനപ്പ് കൊടുത്തിട്ടുണ്ട്. അവിടെ 911ഉം 911 GT3യും 911 GT3 RSൻ്റെയും വലിയൊരു ലൈനപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് ഫ്രണ്ടിലോട്ട് നടക്കാനായിട്ട് നല്ലൊരു രസമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല കാറുകൾക്കും പല കളറ് പോലെ ഡിഫറെൻ്റ് ആയിട്ട് ഇട്ടേക്കുന്നത്. നല്ലൊരു ഭംഗിയിലാണ് അവർ ആ കാറുകളെല്ലാം അറേഞ്ച് ചെയ്ത് ഇട്ടിരുന്നത്. അവിടെ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെജൻഡറി റേസ് വിന്നിങ് കാർസ് കാണാം. ഫസ്റ്റ് തന്നെ കാണുന്നത് റോസ്മാൻസിൻ്റെ ലെജൻഡറി കാറാണ്, പോർഷെ 956. ഇത് 1982 റോസ്മാൻസ് ഫസ്റ്റായിട്ട് ബിൽഡ് ചെയ്ത കാറാണ്. അത് 1983 ലമാൻസിൽ കോമ്പറ്റീറ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഇത് 91 പീസസ് എവർ മെയ്ഡ് ചെയ്തിട്ടുള്ളൂ. അവിടെ നിന്ന് നമുക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരു ലെജൻഡറി കാർ കാണാം. ഇത് പോർഷെ 962 ആണ്. 1987 ബിൽഡ് ചെയ്തിട്ട് 1988 ലമാൻസിന് വേണ്ടി കോമ്പീറ്റ് ചെയ്തിട്ടുണ്ട്. 2 ടൈംസ് ലമാൻസ് വിന്നറാണ്. ഒരുപാട് അംഗീകാരങ്ങളും ഈ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോർഷെ 911 GT1 മോഡൽ കാണാം. അത് 1988 ബിൽഡ് ചെയ്ത മോഡലാണ്. ഫസ്റ്റായിട്ട് പോർഷ കാർബൺ ഫൈബർ ചേസസ് കൊണ്ടുവന്നൊരു കാറാണിത്. 1998 ലെമാൻ വിന്നർ കൂടിയാണ്. അവിടെ നിന്ന് തൊട്ട് ഈ വണ്ടിയുടെ വലിയൊരു ലെഗസി സ്റ്റാർട്ട് ചെയ്തു. ഇനി വരുന്നത് ഇലക്ട്രിക് കാർസ് ആണ്. ഇലക്ട്രിക് കാർസ് എല്ലാവർക്കും ഇഷ്ടമുള്ളതെന്ന് അറിയാം. പക്ഷെ ഇലക്ട്രിക് കാർസിൻ്റെ ഫോർമുല ഈ കാറ്റഗറിയിൽ വരുന്ന ഒരു കാറാണ് 99EX ഇലക്ട്രിക്. ഇത് 2024 ഫോർമുല ഈ വിന്നർ കൂടിയാണ്. GT3 എൻട്രിക്കോ ഫ്ലുഗൻസി റേസിംഗ് ഡെവലപ്പ് ചെയ്തൊരു കാറാണിത്. കരേറ കപ്പ് ഇറ്റാലിയൻ ചാമ്പ്യൻസായ എൻട്രിക്കോ ഡോബർമാൻ
ലുഗൻസിയാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഭയങ്കര തിരക്കാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് 911 വലിയൊരു ലൈനപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ 911 പല മോഡൽസ് ഉണ്ട്. എങ്ങനെയുണ്ടെന്ന് കണ്ടു നോക്കാം. സ്റ്റേജിൽ എന്തൊക്കെ പരിപാടി നടക്കുന്നുണ്ട്, അതൊക്കെ നമുക്ക് നോക്കിക്കാൻ നേരമില്ല. അവിടെ നിന്ന് അപ്പുറത്തേക്ക് പോർഷെ 911 90s ഒരു വലിയൊരു ലൈനപ്പ് കൊടുത്തിട്ടുണ്ട്. പോർഷെ 911 കാര്യത്തിൽ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയണ പോലെയാണ്. പഴയ കാറുകൾക്ക് ഇപ്പോഴും വലിയ ഡിമാൻഡ് ഉണ്ട്. അത് നല്ല രീതിയിലുള്ള പ്രൈസിലും കാണിക്കുന്നുണ്ട്. ഗായ്സ്, അങ്ങനെ പോർഷെ ഫാൻസിനെ കൊണ്ട് ഫുള്ള് നിറഞ്ഞേക്കാണ്. ഒരു രക്ഷയില്ല. സെറ്റ് അങ്ങനെ പോർഷെ കാർസൊക്കെ കണ്ട് ടൈം ഇങ്ങനെ നൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ വ്യൂ ഒക്കെ നൈസായിട്ട് നൈറ്റിലേക്കുള്ള ഇതിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിൽ പോർഷെ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ റേസ് കാർ, സ്പോർട്സ് കാർസ് എന്നുള്ള ഒരു മൈൻഡാണ്. പക്ഷെ അവർക്ക് XUV ഉണ്ട്. XUVയിൽ തന്നെ കെയിൻ എന്നുള്ള ടോപ്പിൻ്റെ മോഡല്, അതിൽ ഓഫ് റോഡ് കേപ്പബിൾ ആണ് ഓൾറെഡി വണ്ടി. അപ്പോൾ അതിന് കുറച്ച് ടയേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നൈസ് ഓഫ് റോഡ് മോഡിലേക്ക് ആക്കിയ വണ്ടികളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊരു പോർഷെ 911 ടാർഗ 68 മോഡലാണ്. അതൊരു അറബിക് സ്റ്റൈല് ലിനനിലേക്ക് ചെയ്തെടുത്തേക്കണ വണ്ടിയാണ്. അതേപോലെ തന്നെ നമുക്ക് ലൈവ് ഡ്രോയിങ്സ് ഒരാൾ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡ്രോയിങ്സ് നമുക്ക് കാണാം. അല്ലെങ്കിൽ ആൾ ചെയ്ത കുറച്ച് ആർട്സ് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് മേടിക്കാം, എന്തുവേണമെങ്കിലും ചെയ്യാം. നൈസായിരുന്നു. ഓൺലി പെൻ വെച്ചിട്ട് ആണ് പുള്ളി ചെയ്യുന്നത്. സിംഗിൾ പെൻ. അങ്ങനെ വണ്ടി കണ്ടടന്ന് സമയം നൈറ്റായി. ലൈറ്റൊക്കെ പോയി തുടങ്ങി. ഇനി എന്തെങ്കിലും കഴിക്കണം. നമുക്ക് ഇവിടെ ഫുഡ് സ്റ്റാൾ ഒരുപാട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോർഷെ വണ്ടികൾ കണ്ടിട്ട് തന്നെ നമുക്ക് അതിൻ്റെ സൈഡിലിരുന്ന് നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് മേടിച്ച് കഴിക്കാം. അങ്ങനെ നമ്മ ഫുഡ്
ട്രക്കൊക്കെ കവർ ചെയ്ത് അവിടെ നിന്ന് പോകുന്നത് നമ്മൾ ഒരു പിന്നിമാർ കണ്ടെത്തി. അവിടെ നിന്ന് 2 ഗിന്നസ് മേടിച്ച് അടിക്കാനുള്ള പ്ലാനാണ്. ഞാനും അവനും കൂടി ഓരോ ഗിന്നസ് മേടിച്ച് ചെറിയ ചേഴ്സൊക്കെ പറഞ്ഞ് ഈ വീഡിയോ ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്ത് നമ്മൾ ഇവിടുന്ന് പിരിയുകയാണ്. അപ്പോൾ അടുത്ത പോഷ ഇവൻറ്റിൽ ഇനിയും കാണാം.